കോമഡി വർക്കായോ? കോമഡിയൊക്കെ കോമഡിയൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ഒരു കണ്ണൂർ സ്റ്റൈലൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. കുഴപ്പമില്ല, ഒരു വെറൈറ്റി. ഇതുവരെ അങ്ങനെ ഈ അടുത്തൊന്നും അങ്ങനെ സിനിമ ഇറങ്ങിയിട്ടില്ല. സ്റ്റോറിയൊക്കെ സ്റ്റോറി ഒരു സെൻറ്റിയുണ്ട്, എന്നാൽ പിന്നെ ഒരു കോമഡി എല്ലാം കൂടി ചേർന്നിട്ട്. പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ആണല്ലോ അവരൊക്കെ. പുതിയതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നല്ല, ഓൾറെഡി പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ പേര് കണ്ട് എല്ലാവരും തെറ്റിദ്ധരിക്കും. ആദ്യം തെറ്റിദ്ധരിക്കും. ഒന്നാമത് തന്നെ ഗീതം എന്നുള്ളത് ഒരു ആൽഫബറ്റിക് ഒക്കെ ആദ്യം കൊടുത്തിരിക്കുന്നത് അടുത്തുള്ളി എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അങ്ങനെ തോന്നാതിരിക്കും. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ചേട്ടാ പടത്തിൽ എടുത്തു പറയാനായിട്ടാണല്ലോ ചേട്ടാ, എടുത്തു പറയാനായിട്ടാണല്ലോ ഇഷ്ടപ്പെട്ടു? എടുത്തു പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ. നമുക്കത് പുറത്തോട്ട് കൂടുതൽ പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് ഒക്കെ ഓക്കെ. പെർഫോമൻസ് അല്ല, എന്നാലും പുതുമുഖങ്ങളാണെന്നുള്ള രീതിയിലൊന്നും അല്ല. എല്ലാവരും നാച്ചുറലായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. കാര്യം കുറേ ആൾക്കാരുണ്ട്, ആ പ്രദേശത്തുള്ള ആൾക്കാരെ ആയിരിക്കും എടുത്തിരിക്കുന്നത്, ചൂസ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഓഡിയൻസ് ഒരു 10-15 പേരൊക്കെ ഓഡിയൻസിന് കണക്റ്റ് ആവുമോ? എല്ലാവർക്കും ആവണമെന്നില്ല. ഈ പറഞ്ഞ കണക്ക് ആ പേരും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം തെറ്റിദ്ധരിച്ച് അവരെ വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരെ. എങ്ങനെയുണ്ട്? എന്താ പറയാം, പടം എങ്ങനെയുണ്ട്? പടം നന്നായിട്ട്. എന്താണ് പടത്തെ ഇഷ്ടപ്പെട്ട? പടത്തെ ഇഷ്ടപ്പെട്ട ഒരാളെ സംസാരിച്ചിട്ട് ഒരാളെ പിടിച്ച്. അവിഹിതം എന്താണോ? കൊള്ളാമോ? കഥ കൊള്ളാം. കഥയൊക്കെ എങ്ങനെയുണ്ട്? കഥയൊക്കെ കൊള്ളാം, നല്ലതായിട്ട്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. അവിഹിതം എങ്ങനെയുണ്ട്? നല്ല പടം, മോശമല്ല, നല്ല പടം. എന്താണ് ചേട്ടാ അവിഹിതം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് അത് കണ്ടാൽ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, നല്ല കണ്ടിരിക്കാൻ പറ്റും. ഓക്കെ. കണ്ണൂർ ഭാഷ ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് തിരിയുന്നുണ്ട്. പയ്യന്നൂർ ഭാഗത്തുള്ള ഭാഷകളാണ്. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഗംഭീര പടം, കുഴപ്പമില്ല, നല്ല പടം. നല്ല സിനിമയാണ്. ഒരു നല്ല സ്റ്റോറിയാണ്. വളരെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഡീസൻറ്റ് സ്റ്റോറി. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്, നമ്മുടെ ഒരു സുഹൃത്ത് അസിസ്റ്റന്റ് ഡയറക്ടറാണ് ജിതിൻ മനോഹർ. അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. നല്ല പടം. പടത്തെക്കുറിച്ച് എല്ലാം പുതുമുഖങ്ങളാണ്, എങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല പടം. കുഴപ്പമില്ല, ഈ കുഴപ്പമില്ല, നല്ല പടം. ഇത് എല്ലാ കുടുംബത്തിലും നടക്കുന്ന ഒരു സംഭവമാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ സെനായിയുടെ ആദ്യത്തെ സിനിമയിലെ തിങ്കളാഴ്ച നിശ്ചയം, അതുപോലുള്ള ആ ഒരു ടൈപ്പ് സിനിമയാണ്. എന്ന് പറയുമ്പോൾ ഒരു തനി നാട്ടിൻപുറം, അവിടുത്തെ ആൾക്കാരുടെ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ, അവരുടെ ആ ഒരു ഇതിലൂടെ കണക്ട് ചെയ്ത് പോകുന്ന സിനിമയാണ്. പിന്നെ ഇത് ഭയങ്കര യാതൊരു പ്രൊമോഷൻ ഇല്ലാതെ വന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പോസ്റ്ററിനെ നമ്മളൊന്ന് ആകർഷിക്കുന്ന രീതിയിലാണ് ഈ അവിഹിതം എന്നുള്ള പേര് തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇന്ന് എല്ലാ പത്രങ്ങളിലും അതിൻ്റെ പരസ്യം തന്നെ കുടുംബസമേതം വന്ന് കാണാൻ പറ്റുന്ന അവിഹിതം എന്ന് പറഞ്ഞത് അത് വേറൊരു വെറൈറ്റിയാണ്. ശരിക്കും അത് തന്നെയാണ് സിനിമയുടെ കഥ. ഒരു അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടി ആ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ തയ്യാറാക്കുന്നതും അങ്ങനെ അതിൻ്റെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി. നമ്മൾ അടുത്തിനി എന്താവും നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സിനിമ. ഈ ലാസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ്. പേര് വിനയാവും. കാരണം ഈ ആ സിനിമയുടെ പോസ്റ്റർ തന്നെ അറിയാം, ഒരു എ എന്നൊക്കെ എഴുതി ഒരു റൗണ്ടൊക്കെ അടിച്ച്. അപ്പോൾ ആൾക്കാർ കുറേ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കി കാണാൻ പറ്റും. ഈ പേരിൽ ചിലപ്പോൾ അവർക്ക് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് ആവേണ്ട ഒരു സിനിമയല്ല. അത് നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ കുറച്ച് ദൈർഘ്യവും കുറച്ച് ഉള്ള സിനിമയാണ്. നല്ല മൂവി. ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഞാൻ കണ്ട ഷോയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന നല്ല പ്രായമായവരെ കാണും. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ. ഭയങ്കര നമ്മളെ അങ്ങ് പൊട്ടിച്ചിരിപ്പിച്ച അങ്ങനത്തെ അല്ല. നമ്മളെ ഇതിനൊരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പറയാം, ഇടയ്ക്കിറങ്ങിയ കന്നഡ സിനിമ സൂഫ്രംസോ. അതും ഈ ഒരു കർണാടക കാസർഗോഡ് ബോർഡറിലുള്ള, അതേപോലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് നടക്കുന്ന കഥയായിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ തിങ്കളാഴ്ച നിശ്ചയത്തിലെ കാണുന്ന പോലെ കാസർഗോഡൊക്കെ ഉള്ള കലാകാരന്മാരാണ് സിനിമയിലാക്കുന്നത്. നല്ല സിനിമയാണ്, ആർക്കും ഇഷ്ടപ്പെടും. ഒരു ചെറിയ നർമ്മങ്ങളും നാട്ടിൻപുറത്ത് തമാശകളും എല്ലാം കൂടെ നല്ലൊരു മൂവി. സിനിമ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നമ്മൾ ആളുകൾ കണക്റ്റ് ആവുമോ? ഇന്നത്തെ ആളുകൾക്ക് കണക്റ്റ് ആവുമെന്ന് വെച്ചാൽ സിനിമ കൊള്ളാം, മോശമൊന്നും പറയാനൊന്നുമില്ല. സിനിമ കണ്ടിരിക്കാൻ പറ്റും. പടത്തിൽ എടുത്തു പറയാൻ തോന്നുന്നു. അല്ല, അത് കുറച്ച് കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതൊരു കണ്ണൂർ സ്റ്റൈലാണെന്ന് തോന്നുന്നു, പക്ഷെ അത് കൊള്ളാം. ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ പോലും അത് എല്ലാവർക്കും മനസ്സിലാവും. അത് രസമുണ്ട്. എന്തെങ്കിലും മെസ്സേജ് ആണോ പടം?
മെസ്സേജ് ഉണ്ട് കാരണം നമ്മൾ ഈ അറിയാത്ത കാര്യങ്ങൾ ചുമ്മാ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് അവരെ ഇതിലോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല. എന്താണ് ചേട്ടാ പടത്തിൽ ഇഷ്ടപ്പെട്ടത്? നാട്ടുപ്രദേശത്ത് നടക്കുന്ന ഒരു ഇതാണല്ല, അല്ല വേറെ വലിയ എടുത്തു പറയുന്നതൊക്കെയൊന്നുമല്ല, അല്ല ഒരു വിധം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുകയാണ്. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്?